ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോ ഹോണ്ടയുടെ പ്ലഷർ വണ്ടി. ഓയിൽ തീർന്ന് ഓടി പിസ്റ്റം പിടിച്ച് നിന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമ്മളുടെ ഈ സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ എൻജിൻ 3 പാർട്ടായിട്ട് വരാം. ഒന്ന് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് തുടങ്ങിയിട്ട് സിലിണ്ടർ പിസ്റ്റണൊക്കെ വന്നൊരു ഭാഗം, അവിടെയാണ് നമുക്ക് അതിൻ്റെ പവർ ജനറേഷൻ വരാം. പിന്നെ CVT ക്ലച്ച് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ബെൽ ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് CVT ക്ലച്ച് വരും. പിന്നെയാണ് ഗിയർ ട്രാൻസ്മിഷൻ, അതായത് ബാക്കിലത്തെ ഹൗസിങ് അടക്കം വരുന്ന ഭാഗങ്ങളാണത്. അത് എല്ലാം സെപ്പറേറ്റ് വരാം. മൂന്ന് പാർട്ടായിട്ടാണ് വരാം. ഇതിനകത്ത് നമുക്ക് മെയിൻ കംപ്ലയിൻറ്റ് വന്നേക്കുന്നത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് തുടങ്ങിയിട്ട് വന്ന ഭാഗത്താണ്. അവിടെ ശരിക്കും ഓയിൽ കാര്യങ്ങളൊക്കെ അതിനകത്താണ് വന്നത്. അതേപോലെ തന്നെ ഗിയർ ബോക്സിലും ഓയിൽ വരുന്നുണ്ട്. പക്ഷേ കുറേ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എഞ്ചിൻ ഓയിലിൻ്റെമായി ബന്ധപ്പെട്ടാണ്. ഇവിടെയാണ് എഞ്ചിൻ ഓയിൽ വരാം. അപ്പോൾ ഓയിലില്ലാതെ വണ്ടി ഓടി, അതായത് സൗണ്ട് കേട്ടിട്ടും വണ്ടി നമ്മൾ നിർത്താതെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു. അങ്ങനെ ഓടിച്ചിട്ട് വന്നേക്കണ കംപ്ലയിൻ്റാണ്. പിസ്റ്റണൊക്കെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉരുകി പിടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എക്കരിഞ്ഞ് പണ്ടാറടങ്ങി പോയി. ഇതിനകത്തേക്ക് നോക്കിക്കോ, സിലിണ്ടറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് ഇത് കേട്ടോ. അത് ഫുള്ള് സ്ക്രാച്ച് ആയത് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്ക്രാച്ചായിട്ടാണ് സ്റ്റക്കായേക്കണത്. പിന്നെ അതിനേക്കാൾ അതിൻ്റെ ഹെഡിനകത്ത് വരുന്ന ക്യാം ഷാഫ്റ്റ് അടക്കം ഫുള്ള് തീർന്നു. അതായത് ക്യാം ഷാഫ്റ്റൊക്കെ ഓടി ഈ കാണുന്ന ഇത്രയും തേമാനം വന്നു പോയതാണ്. ഇത്രയും തേഞ്ഞ് തീരുന്ന ഒരു വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതാണ് പറ്റിപ്പോയ മെയിനായിട്ട് വന്ന കേസ് കേട്ടോ. അപ്പോൾ അത് നിലവിൽ നമുക്ക് ഇത് ക്യാം ഷാഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ റോക്രാമിൻ്റെ അവസ്ഥ നോക്കിക്കോ. ക്യാം ഷാഫ്റ്റുമ്പോൾ കണക്ട് ചെയ്യുന്ന ഭാഗം മൊത്തം ഇതേപോലെ തന്നെ ചെത്തി എടുത്തു പോയേക്കാം. ഈ ഭാഗത്തൊന്നും ഓയിലിൻ്റേതായിട്ടുള്ളൊരു അംശം പോലും ഇല്ല, ഡ്രൈ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് മാറ്റണം. സിലിണ്ടർ പിസ്റ്റൺ അടക്കം വരുന്ന കിറ്റ് മാറണം. വാൽവ് 2 വാൽവും, ഈ എക്സോസ്റ്റ് വാൽവ് കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആണ്. നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്, ബെൻഡായിട്ടുണ്ട്, ചെറുതായിട്ട് ലീക്കാണ് നിലയിൽ. അപ്പോൾ വാൽവ് ഗൈഡും മാറ്റി സെറ്റ് ചെയ്യണം. അത് നമുക്ക് ലേറ്റി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. പിന്നെ ക്യാം ഷാഫ്റ്റ്, അതിൻ്റെ റോക്രാം സെറ്റ്, ഗ്യാസ്കറ്റുകളടക്കം മാറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്കത് കംപ്ലൈൻറ്റ് റെഡി ആവുള്ളൂ. ഇതിനകത്ത് നമുക്ക് 2 രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, ഈ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ നമുക്ക് പഴയത് തന്നെ ഉപയോഗിച്ചിട്ട് ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എമൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ സജഷൻ പറയണത് ഐറ്റം കംപ്ലൈൻ്റ് ആണെങ്കിൽ മാറ്റി പുതിയത് മേടിച്ച് സെറ്റ് ചെയ്യാം. അതിന് ശേഷം കൃത്യമായിട്ട് ആഫ്റ്റർ സർവീസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുക. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഇതിനകത്ത് തന്നെ ഫ്ലൈ വീലടക്കം ഊരി പോരാത്തൊരു കണ്ടീഷനിൽ സ്റ്റക്കായിരിക്കുകയാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഹീറ്റായിട്ട് ഓടി വന്നതാണ് സ്റ്റക്ക്. സാധാരണ നമുക്ക് അഴിക്കുമ്പോൾ ഊരി പോയിട്ടാണ്. ഇതതിൻ്റെ ത്രെഡ് പോണതല്ലാണ്ട് നമുക്ക് ഊരി കിട്ടുന്നില്ല. അപ്പോൾ അതും നമ്മൾ ലെയ്ത്തിലേക്ക് വിട്ടിട്ട് വേണം ആ ഫ്ലൈ വീൽ അതിൽ നിന്ന് ഊരി എടുക്കാനായിട്ട്. എന്നാലാണ് അഴിച്ചു മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് നിലവിൽ വണ്ടിയുടെ അവസ്ഥ കേട്ടോ. പിന്നെ ക്ലച്ചിനകത്തും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് അതിൻ്റെ ക്ലച്ച് ഭാഗമൊക്കെയാണത്. ഇതിനൊക്കെ ഒരല്പം തേമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലച്ച് പുള്ളിയുടെ ഭാഗത്തൊക്കെ തേമാനമുണ്ട്. പിന്നെ ഇതുമ്പോൾ കിടക്കണം ബെൽറ്റ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്, ഒറിജിനലൊന്നല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് അതുമ്പോൾ യൂസ് ചെയ്തേക്കണേ. നിലവിൽ പൊട്ടലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. എയർ ഫിൽറ്ററൊക്കെ പൊടി ഒരു ഫുള്ള് ബ്ലോക്കാണ്, അതൊക്കെ നമ്മൾ മാറ്റിയിടണം. ഇതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി കാര്യങ്ങൾക്കൊക്കെ തേമാനമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് തൽക്കാലം ആ ഭാഗം ആ രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബുഷ് സെറ്റ് മാത്രം നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം CVT ക്ലച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് റിപ്പയറിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഈ പുറമേ നിന്ന് ഈ ഭാഗം അഴിക്കേണ്ടതാണ്. അപ്പോൾ അഴിക്കേണ്ട കൂട്ടത്തിലൂടെ കുറേ കൂടി ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ സർവീസിന് അത് വന്ന സമയത്ത് നമുക്ക് ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സർവീസിന് അഴിക്കണ കൂട്ടത്തിലൂടെ ഡാമേജ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി. കാരണം അതെല്ലാം കൂടി വരുമ്പോൾ അല്ലെങ്കിൽ നല്ല എമൗണ്ട് വരും. തന്നെയല്ല പുറമേ നിന്ന് അത് മാറ്റാവുന്നത് ആയതുകൊണ്ടാണ് അത് നമ്മൾ തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്ത് വിടണേ. കാരണം ബെൽറ്റ് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്നാൽ പൊട്ടൽ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അത് തന്നെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട്. ഗിയറിൻ്റെ സെക്ഷനും കൂടി നമുക്ക് അതിൻ്റെ കൂട്ടത്തേക്ക് അഴിച്ച് അതിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്യാം. കാരണം എന്തായാലും നിങ്ങൾക്ക് എൻജിൻ വർക്കിൻ്റെ ലേബർ വരും. ആ കൂട്ടത്തേക്ക് ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഗ്യാസ്കറ്റിൻ്റെ ഒക്കെ എമൗണ്ടാണ് അഡീഷണലായിട്ട് വരുള്ളൂ. അപ്പോൾ അതെന്തെങ്കിലും കൂട്ടത്തിൽ ചെയ്യാം. അതായത് ക്ലച്ച് ഭാഗം ഒഴിച്ച് എൻജിൻ്റെ പോർഷൻ ഗിയറിൻ്റെ ഭാഗവും നമ്മളിതിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് വിടുന്നുണ്ട്. ക്ലച്ചിനകത്ത് നമ്മളിപ്പോൾ അഴിച്ച് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് ബെൽറ്റ്, റോളർ വെയിറ്റ് കാര്യങ്ങളൊക്കെ തേമാനം ഉള്ളതാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കത് കുറേ കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമുക്ക് എൻജിൻ അഴിച്ച് വർക്ക് ചെയ്യുമ്പോൾ ലേബർ ചാർജിലൊന്നും യാതൊരുവിധ വ്യത്യാസം വന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റി കൊടുത്ത് ചെയ്താലും പാർട്സ് മാറ്റി ചെയ്താലും ലേബർ ചാർജിലൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ റേറ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഇത് ലേത്തിലേക്ക് കൊടുത്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ റേറ്റ് കുറയ്ക്കാനാണ് പറ്റും. അതായത് പഴയ സാധനങ്ങൾ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ലേത്ത് വർക്ക് എന്ന് പറയാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എമൗണ്ട് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള റിസ്ക് അതിനകത്ത് ഉണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്ന സജഷൻ പറയണത് ഐറ്റം മാറ്റി പുതിയത് സെറ്റ് ചെയ്യാനാണ് പറയുള്ളൂ. അപ്പോൾ ഞാനത് ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം. ഇനി ലെയ്ത്ത് വർക്ക് മതി എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതും ഗ്യാരണ്ടിയിൽ തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സജഷൻ നമ്മൾ പറയണത് ഐറ്റം മാറ്റി ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ബാക്കിയത്തെ എല്ലാ എമൗണ്ട് എല്ലാം സെയിം തന്നെ വരാം. ലേബർ ചാർജ് തുടങ്ങിയിട്ട് ബാക്കി വന്ന ഐറ്റംസ് എല്ലാത്തിനും സെയിം തന്നെ വരാം. ആ മെയിൻ പാർട്സുകൾ റിപ്പയർ ചെയ്യുമ്പോൾ റേറ്റ് ഒരല്പം വേരിയേഷൻ വരും എന്നതൊഴിച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് ഗുണം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ അഴിക്കേണ്ടി വന്നാൽ അതിൽ കൂടുതൽ നഷ്ടമായിരിക്കും. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ അങ്ങനെ സജഷൻ പറയണതിൻ്റെ കേസ്. അപ്പോൾ ഞാൻ ഈ കംപ്ലയിൻ്റുള്ള പാർട്സുകൾ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ പിസ്റ്റൺ, അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റ്, റോക്ക് റാം, അതേപോലെ തന്നെ വാൽവ്, ലെയ്ത്ത് വർക്ക് വന്ന വാൽവിൻ്റെ ഐറ്റംസ്, ഗ്യാസ്കറ്റുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. എന്തായാലും കുറച്ച് താമസം തന്നെ വർക്കാണ്, കാരണം ഞാൻ ഐറ്റംസൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടണതിൻ്റെ ഒരു ചെറിയ ഡിലേ ഉണ്ടാവും. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ശനിയാഴ്ചയ്ക്കൊക്കെ ഉള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ, അടുത്ത ശനിയാഴ്ചയ്ക്കുള്ളിലൊക്കെ കേട്ടോ. അപ്പോൾ അതും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതിന് നമുക്ക് അതിൻ്റെ ഓർഡർ ഐറ്റംസൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് എമൗണ്ട് അടയ്ക്കുക, പാർട്സ് ഓർഡറിലേക്ക് കയറ്റാം. അത്രയാണ് നമുക്ക് ചെയ്യേണ്ട കേസ്. പിന്നെ നമ്മൾ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസെന്ന് വെച്ചാൽ ഈ മെക്കാനിക്കൽ ഐറ്റംസ്, മെഷീനറി സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ശബ്ദ വ്യത്യാസമോ വിറയലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആകുമ്പോൾ ടെക്നീഷ്യന്മാർ തന്നെ കാണിച്ച് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറേ കൂടി നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമായിരുന്നു ഈ കംപ്ലയിൻസൊക്കെ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് സൗണ്ട് വ്യത്യാസമൊക്കെ വന്ന സമയത്ത് തന്നെ കാണിച്ചെങ്കിൽ ഒരു പക്ഷേ ഇത് ഇത്രയും കംപ്ലയിൻസിലേക്ക് പോണേക്കാളും മുമ്പ് തന്നെ നമുക്കത് റിപ്പയറിങ്ങിനായിട്ട് അഴിക്കുകയും ആ എമൗണ്ട് അത്രയും ചിലവ് വരാത്ത രീതിയിലേക്ക് നമുക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നല്ല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കാണെങ്കിലും ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുക. ഒരു വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ, ആ കിലോമീറ്റർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സർവീസ്, ബാക്കപ്പ് കാര്യങ്ങളൊക്കെ, സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും പ്രകാരം ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു വർഷം നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റും കമ്പയർ ചെയ്ത് നോക്കുക. അതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. അതേപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുക, പാർട്സ് ഓർഡറിലേക്ക് കയറ്റേണ്ടതാണ്. അപ്പോൾ അതും കണക്ക് കൂട്ടിയേക്കാം. അതിൻ്റെ ഗൂഗിൾ പേ നമ്പർ കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.